വൺ പീസിലെ പുതിയ ജനറേഷനിലെ ഗാർപ്പ് ആരായിരിക്കും? നമുക്കറിയാം, വൺ പീസിലെ ഓൾഡ് ജനറേഷനിലെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു പുതിയ ജനറേഷൻ കൗണ്ടർ പാർട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, പുതിയ റോജർ ലൂഫിയാണ്, പുതിയ റെയ്ലി സോറോ ആണ്, പുതിയ സ്കോപ്പർ ഗബാൻ സാൻജിയാണ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. പക്ഷെ ന്യൂ ജനറേഷനിലെ ഗാർപ്പ് നമുക്കറിയാം, ഗാർപ്പ് ഒരു വൺ ആൻഡ് ഒൺലി പീസാണ്. പുള്ളീൻ്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ള മെറീൻ പുള്ളിക്ക് മുമ്പ് വന്നിട്ടില്ല, പുള്ളി കഴിഞ്ഞിട്ടും വന്നിട്ടില്ല. സോ ഗാർപ്പിൻ്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ജനറേഷനിൽ ഏത് മെറീനാണുള്ളത്? നമ്മളെ കയ്യിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒരെണ്ണം നമ്മുടെ സ്മോക്കർ, മറ്റേത് കോബി. സ്മോക്കറിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്മോക്കർ ടൈം സ്കിപ്പിന് മുമ്പ് നമ്മൾ ആരോടെങ്കിലും അടുത്ത ഗാർപ്പ് ആരാവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ 100% എല്ലാവരും പറയും അത് സ്മോക്കർ ആയിരിക്കുന്നു. കാരണം സ്മോക്കറും ലൂഫിയും തമ്മിലുള്ള റിലേഷൻ ഏകദേശം അതുപോലെയായിരുന്നു. നമ്മൾ ലോക്ക്ഡൗൺ തൊട്ട് ആലബാസ്റ്റർ വരെ അവർ തമ്മിലുള്ള റിലേഷൻ അതായിരുന്നു. ലോക്ക്ഡൗണിൽ ലൂഫിനെ പിടിക്കാൻ ശ്രമിച്ചു, പിന്നെ ആലബാസ്റ്റർ വരെ സ്മോക്കർ പോയതിൻ്റെ യഥാർത്ഥ കാരണം ക്രൊക്കഡോയിലിനെയോ അല്ലെങ്കിൽ ബ്രോക്ക് വർക്സിനെയോ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ലൂഫിൻ്റെ പുറകെയായിരുന്നു. സോ റോജറും ഗാർപ്പും തമ്മിലുള്ള ഏകദേശം അതേ റിലേഷൻ ആയിരുന്നു ആ സമയത്ത് സ്മോക്കറിനും ലൂഫിക്കും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആലബാസ്റ്ററിൽ വെച്ച് സ്മോക്കറിനെ ലൂഫി ഹെൽപ്പ് ചെയ്ത കാരണം ലൂഫിനോട് ഒരു പ്രത്യേക റെസ്പെക്റ്റും സ്മോക്കറിനുണ്ടായിരുന്നു. ഇങ്ങനെ പോയ മറീൻ ഫോർട്ട് വരെ, ഈവൻ അറ്റ് മറീൻ ഫോർട്ടിലും സ്മോക്കർ ആയിരിക്കും അടുത്ത ഗാർപ്പ് എന്ന് നമുക്ക് തോന്നുമായിരുന്നു. പക്ഷേ പിന്നെ ടൈം സ്കിപ്പ് സംഭവിച്ചിട്ടും ടൈം സ്കിപ്പിന് ശേഷം നമ്മൾ സ്മോക്കറിനെ കാണുന്നത് പങ്ക് ഹസാഡി വെച്ചാണ്. പങ്ക് ഹസാഡിൽ വെച്ച് സ്മോക്കർ വളരെ വീക്കായിട്ടാണ് നമുക്ക് തോന്നിയത്. എസ്പെഷ്യലി ലൂഫി ആൺമെന്റ് ഹാക്കി പഠിച്ചതോടെ സ്മോക്കറിന് ലൂഫിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതായി. സ്മോക്കർ ലിറ്ററലി പവർലെസ് ആയി. മാത്രമല്ല, അതിനുശേഷം നമ്മൾ സ്മോക്കറിനെ അങ്ങനെ കണ്ടിട്ടില്ല. ഇൻഫാക്ട് പങ്ക് ഹസാഡിന്റെ സമയത്ത് സ്മോക്കർ ഓൾമോസ്റ്റ് ഒരു സ്ട്രോ ഹാറ്റ് ആയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അന്നോട്ട് പിന്നെ സ്മോക്കർ ലൂഫിന്റെ പുറകെ നടക്കാനോ ലൂഫിനെ പിടിക്കാനോ ശ്രമിച്ചതുപോലില്ല. അവിടെയാണ് അടുത്ത കാൻഡിഡേറ്റ് കോബി. ഹാച്ചിനോസോയിലെ ഫൈറ്റിന്റെ ഇടയ്ക്കാണ് കോബി ഗാർപ്പിന്റെ കൂടെ ട്രെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. കോബി ഗാർപ്പിന്റെ കൂടെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയുന്നു. പക്ഷെ എത്രമാത്രം ഇന്റൻസ് ആയിരുന്നു ട്രെയിനിങ് എന്ന് നമുക്ക് ഈ ആർക്കി വെച്ചാണ് മനസ്സിലായത്. ഗാർപ്പിന്റെ പഞ്ചിന്റെ അടുത്തില്ലെങ്കിലും പക്ഷെ അതിനെ പോലെ തന്നെ ഗാർപ്പിന്റെ നെക്സ്റ്റ് ജനറേഷൻ ആണ് കോബി എന്ന രീതിയിൽ ഗാർപ്പ് വരെ ഒരു രീതിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു സീനാണ് നമ്മൾ ഹാച്ചിനോസുവിലെ ആ ഫൈറ്റ് വെച്ച് കണ്ടത്. ഗാർപ്പിന്റെ അതേപോലെ തന്നെ ഒരു അറ്റാക്ക് കോബിയും റീക്രിയേറ്റ് ചെയ്തു. ഗാർപ്പിന്റെ അടുത്തില്ല, പക്ഷെ എന്നാലും അതുപോലത്തെ ഒരു അറ്റാക്ക്, ഓണസ്റ്റി ഇമ്പാക്ട്, ആ പേര് എനിക്ക് ഇഷ്ടമല്ല. ഗാർപ്പിന്റെ ഗാലക്സി ഇമ്പാക്ട് പോലെ കോബിയുടെ ഓണസ്റ്റി ഇമ്പാക്ട് പോലത്തെ ഒരു അറ്റാക്ക് കോബി റീക്രിയേറ്റ് ചെയ്തു. സോ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കോബി ലൂഫിന്റെ റോജറിന്റെ ഗാർപ്പ് പോലെ ലൂഫിന്റെ ഗാർപ്പ് ആവാൻ കോബിക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. പക്ഷെ കോബിക്കും എനിക്ക് തോന്നുന്നില്ല കോബി എത്ര സ്ട്രോങ് ആയാലും ഗാർപ്പിന്റെ അടുത്തെത്താൻ പോകുന്നില്ല. അവിടെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇവിടെ വരാൻ പോകുന്നത്. ലൂഫിക്ക് ഗാർപ്പിനെ പോലെ ഒരു അപ്പോണന്റ് ഉണ്ടാവില്ല. അതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ, അടുത്ത ജനറേഷനിലെ ഗാർപ്പ് ആവാൻ ഏറ്റവും കൂടുതൽ യോഗ്യത ഉണ്ടായിരുന്ന ആള് സ്മോക്കറുമല്ല കോബിയുമല്ല, അത് ലൂഫിയായിരുന്നു. ലൂഫിയാണ് യഥാർത്ഥത്തിൽ അടുത്ത ജനറേഷന്റെ ഗാർപ്പ്. പക്ഷെ ഗാർപ്പിന്റെ കഷ്ടകാലം കാരണം ലൂഫി എങ്ങനെയോ പൈററ്റായി മാറി. ലൂഫി പൈററ്റ് ആയില്ലായിരുന്നെങ്കിൽ, ലൂഫി പൈററ്റ് ആവുന്നവരും ഗാർപ്പിന് ഇഷ്ടമുള്ള പോലെ ഒരു മെറീൻ ആവുമായിരുന്നെങ്കിൽ 100% ഈ ജനറേഷനിലെ ഗാർപ്പ് ലൂഫിയായി മാറിയേനെ. പക്ഷെ കഷ്ടകാലത്തിന് അത് സംഭവിച്ചില്ല. കഷ്ടകാലത്തിനോ ഒരു രീതി നല്ല കാര്യത്തിനോ അത് സംഭവിച്ചില്ല. സോ എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത ജനറേഷനിലെ ഗാർപ്പ് കോബിയുമല്ല സ്മോക്കറും അല്ല, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ അൾട്ടർനേറ്റ് യൂണിവേഴ്സിലെ ലൂഫി ആയിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ പോക്ക് വെച്ച്
പറയാൻ പറ്റില്ല. ചിലപ്പോൾ കോബി ചിലപ്പോൾ ഭയങ്കര സ്ട്രോങ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഗാർപ്പിൻ്റെ അത്രയൊക്കെ സ്ട്രോങ് ആവോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം പറയാ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.